ഹലോ മക്കളെ, NMMS എക്സാം കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമും ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എന്നാലും NMMS സീരിയസ് ആയിട്ട് എഴുതിയ കുട്ടികളൊക്കെ ഇപ്പോഴും ആലോചിക്കുകയാണ് എത്രയായിരിക്കും ഈ വർഷത്തെ കട്ട് ഓഫ്. NMMS എനിക്ക് കിട്ടുമോ ഇല്ലയോ, അതോ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ടോട്ടൽ 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ് NMMS, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ളത് തീർക്കാൻ പോവുകയാണ്. മുഴുവൻ കാണുക. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഓരോന്ന് മാറ്റിലും സാറ്റിലും എത്ര മാർക്ക് കിട്ടി, ഏത് ജില്ലയാണ്, ടോട്ടൽ എത്രയാണ് മാർക്ക് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. മുഴുവൻ NMMS എഴുതിയ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കട്ട് ഓഫിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. NMMS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണത്. അതുകൊണ്ട് എക്സാം ഈസി ആയാലും ടഫ് ആയാലും ഒന്നും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് മാത്രമേ NMMS കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഈ വർഷത്തെ റിസൾട്ട് നോക്കി ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ കീ വരും, പിന്നെ ഫൈനൽ ആൻസർ കീ വരും. അതിന്റെ ബേസിൽ എല്ലാ കുട്ടികളുടെയും മാർക്ക് അവർ നോക്കിയിട്ട് അതിൽ ഈ 3473 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന രൂപത്തിലാണ് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യുക. അപ്പോൾ ആ ടോപ്പിൽ വരുന്ന കുട്ടികൾക്ക് അത് കിട്ടും. അതിൽ ആർക്കാണോ ലാസ്റ്റ് സ്കോളർഷിപ്പ് ആ ഒരു ലിസ്റ്റിൽ ഇടം നേടിയത് അയാളുടെ മാർക്കാണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറയുക. അല്ലാതെ നേരത്തെ തന്നെ നമുക്ക് ഒരിക്കലും ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഡെഫിനറ്റ് ആയിട്ട് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഊഹം പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ NMMS എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4-5 ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആൻസർ കീയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് തന്നെ 4-5 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് 1-2-3 ഓപ്ഷൻസ് ശരിയാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റുകൾ കാരണം. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്, എല്ലാ കുട്ടികൾക്കും 4 മാർക്ക് 5 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫും അതിന്റെ കൂടെ ഉയർന്നിട്ടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവർക്കും 5 മാർക്ക് കിട്ടിയാൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ലോസ്റ്റ് മിനിമം മാർക്ക് എന്ന് പറയുന്നത് അതും എന്ത് ചെയ്തിട്ടുണ്ടാകും, കൂടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ മാറ്റ് ഈ കൊല്ലത്തെ പോലെ തന്നെ ഈസി ആയിരുന്നു. സാറ്റ് ഈസി ടു മീഡിയം പേപ്പറാണ്. ഈ വർഷം ഏകദേശം ഈസി ടു മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയം ഡിഫിക്കൽട്ടി ലെവലിൽ വരുന്ന പേപ്പറാണ് SAT ഉള്ളത്, സാറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫിക്കൽട്ടി ലെവലിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NMMS കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ മോർ സീരിയസ് ആസ്പിറൻസ് ഈക്വൽ ടു മോർ കോമ്പറ്റീഷൻ. എല്ലാ വർഷവും നമുക്കറിയാം NMMSന് ഓൺലൈനായിട്ട് നമ്മുടെ XNYയുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഒരു 2-3 കൊല്ലം മുന്നത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിനെല്ലാം കാരണമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ കട്ട് ഓഫ് ഫോർ NMMS സ്കോളർഷിപ്പ് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എത്ര സ്കോളർഷിപ്പുകളാണ് NMMSന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ടോട്ടൽ 3473 ആണ്. ഓരോ ജില്ലയിലും എഴുതുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ച്, പോപ്പുലേഷൻ അനുസരിച്ചാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ മൊത്തത്തിൽ ഒരു 3473 കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയല്ല ചെയ്യുക. 267 കുട്ടികളാണ് ട്രിവാൻഡ്രം, 243 കൊല്ലം, 79 പത്തനംതിട്ട, 174 ആലപ്പുഴ, 144 കോട്ടയം, 94 കുട്ടികൾക്കാണ് ഇടുക്കിയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. കാരണം അവിടെ അത്രയും കുറച്ച് കുട്ടികൾ എഴുതുന്നുള്ളൂ. 240 എറണാകുളം, 289 തൃശ്ശൂർ, 325 പാലക്കാട്, മലപ്പുറം ജില്ലയിൽ നിന്ന് 667 കുട്ടികൾക്കാണ് NMMS കിട്ടുക. അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, മലപ്പുറത്ത് ഇതിന് എത്ര അധികം കൊടുക്കുന്നതെന്ന്. മലപ്പുറത്തുനിന്ന് അത്രയധികം കുട്ടികൾ എഴുതുന്നുണ്ട്. ബാക്കിയുള്ള ജില്ലകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡബിളോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ കുട്ടികൾ മലപ്പുറം ജില്ലയിൽ NMMS എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കോഴിക്കോട് 376 ഉള്ളൂ, വയനാട് 102, കണ്ണൂർ 305, കാസർഗോഡ് 168. അപ്പം ലാസ്റ്റ് ടോട്ടൽ 3473 സ്കോളർഷിപ്പുകൾ. ഇത് നമ്പർ ഓഫ് സ്കോളർഷിപ്പാണ്, കട്ട് ഓഫ് അല്ല. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കാം. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും ഈ വർഷം എത്ര മാർക്ക് ഏകദേശം വേണമെന്നുള്ളത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഏകദേശം സെയിം ആണ്. പിന്നെ തെറ്റുപറ്റിയ ക്വസ്റ്റ്യൻസ്, ക്യാൻസൽ ആക്കേണ്ട ചോദ്യങ്ങൾ ഈ വർഷം വന്നിട്ടില്ല അധികം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു 4 മാർക്ക്, ഇപ്രാവശ്യം കിട്ടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ മേ ബി കട്ട് ഓഫിൽ ഒരു 2-3 മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയാൻ പോകുന്ന കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളിൽ നിന്നും ഒരു 2-3 മാർക്ക് കുറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. വലിയൊരു മാറ്റമൊന്നും ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഇതാണ് 2023-24 അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ വർഷത്തെ കട്ട് ഓഫുകൾ. ഓരോ ജില്ലയിലും ഓരോരോ കാറ്റഗറി വൈസ് കട്ട് ഓഫ് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രത്ത് 115 മാർക്കാണ് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും OBC കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വേണ്ടി വന്നിട്ടുള്ള കട്ട് ഓഫ്. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ജില്ലയിൽ കഴിഞ്ഞ വർഷം, അപ്പോൾ ഇത് OBCക്കും കൂടിയാണ് കേട്ടോ, OBCക്കും കൂടിയാണ് ഇത്. OBC വേറെ, ജനറൽ വേറെ അല്ല, രണ്ടാൾക്കും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരത്ത് 115 മാർക്കെങ്കിലും കിട്ടിയ കുട്ടിക്കാണ് ജനറൽ ആൻഡ് OBC കാറ്റഗറിയിൽ NMMS കിട്ടിയിട്ടുള്ളൂ. SCയിൽ 98 STയിൽ 58. കൊല്ലം 118 മാർക്ക്, 163.
പത്തനംതിട്ട 112, 98 SC, 59 മതി ST കാറ്റഗറിക്ക്, കഴിഞ്ഞ വർഷത്തേതാണ്. ആലപ്പുഴ 115, 97, 66. കോട്ടയം 117, 94, 83. ഇടുക്കിയിലോ 112, 92, 83. എറണാകുളം 115, 98, 58. തൃശ്ശൂർ 125 വേണ്ടി വന്നിരുന്നു കഴിഞ്ഞ വർഷം, 109, 61. അതുപോലെ പാലക്കാട് 121, 104, 64. ഇനി മലപ്പുറത്തേക്ക് വരാം. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ ജനറൽ ആൻഡ് OBC കുട്ടികൾക്ക് 136 മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു NMMS കിട്ടാൻ. 667 സ്കോളർഷിപ്പുകളും മലപ്പുറത്താണ് കൊടുക്കുന്നത്. എന്നിട്ടും അവിടെ സ്കോളർഷിപ്പ് കിട്ടാൻ എത്ര മാർക്ക് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് കാണുക. 110. അത്രയധികം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം എഴുതുന്നുണ്ട്. അത്രയധികം കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. SC കാറ്റഗറി 113, 58 ST കാറ്റഗറി. കോഴിക്കോട് 133, 107, 71. അതുപോലെ വയനാട് 118, 92, 100. കണ്ണൂർ 126, 94, 84. കാസർഗോഡ് 121, 89, 93. അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, ജനറൽ ആൻഡ് OBCയിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 136. SC കാറ്റഗറിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് 113. ST കാറ്റഗറിയിൽ വയനാട് ജില്ലയിലാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്, 100 മാർക്ക്. മനസ്സിലായല്ലോ? അതിന്റെ തൊട്ട് താഴെ 93 അവിടെ എത്തിയിട്ടുണ്ട്. 100 മാർക്കാണ് വയനാട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഞാൻ പറഞ്ഞ ആ ഫാക്ടേഴ്സ് കാരണമാണ് ഇത്രയും കൂടിയത്. അതിൽ നിന്ന് എന്താണ് ഒരു ആശ്വാസം ഉള്ളത്? 3-4 മാർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടി എന്ന് പറയുന്നത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര മിസ്റ്റേക്കുകളില്ല. അതുകൊണ്ട് ഈ കാണുന്ന നമ്പേഴ്സിൽ നിന്ന് നിങ്ങൾ ഒരു 2-3 സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം, നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയിലിരിക്കാം. ഇതിന്റെ അടുത്തൊക്കെ ഉള്ള ആളുകൾക്ക്, ഇതിന്റെ മുകളിലുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഏകദേശം ധൈര്യമായിട്ട് പറയാം സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ളത്. ഓരോ ജില്ലയിലും അവനവന്റെ ജില്ല നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാറ്റിലെ മാർക്ക്, സാറ്റിലെ മാർക്ക്, ടോട്ടൽ, അതുപോലെ തന്നെ ജില്ല ഒക്കെ എല്ലാവരും താഴെ കമന്റ് ചെയ്യണം. ഓക്കെ. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സാർ എൻ്റെ OBC മാർക്ക് ഇതാണ്, ഞാൻ OBC കാറ്റഗറിയാണ്, എനിക്ക് OBCക്ക് വേറെ കട്ട് ഓഫ് ഉണ്ടോ? ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ജനറൽ ആൻഡ് OBC ഒരുമിച്ചാണ് പരിഗണിക്കുക. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്, എനിക്ക് 120 മാർക്കുണ്ട്, OBC ആണ് കിട്ടുമോ എന്നുള്ള കുട്ടികൾ ചോദിക്കുമ്പോൾ ആൻസർ ഇതാണ്. OBC എന്ന് പറഞ്ഞിട്ട് NMMSന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ജനറൽ ആൻഡ് OBC ഒരുമിച്ചാണ്. SCക്ക് വേറെ കാറ്റഗറി കട്ട് ഓഫ് ഉണ്ട്, STക്ക് വേറെ കട്ട് ഓഫ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഓക്കെ. ആൻഡ് ഫൈനലി ഈ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് അബൌട്ട് NMMS 2024-25 കട്ട് ഓഫ്? ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മറൈസ് ചെയ്യാണ്. സോ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നമ്പേഴ്സ് നിങ്ങൾ കണ്ടു. അതിൽ നിന്നും ഞാൻ പറഞ്ഞ പോലെ 2-3 മാർക്ക് കുറയാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ട്, ബിക്കോസ് ഓഫ് ദോസ് ഫോളോയിങ് റീസൺസ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വലിയ മാറ്റമൊന്നുമില്ല. മാറ്റ് ഇത്തവണയും ഈസി ആയിരുന്നു. സാറ്റ് മാത്രം കുറച്ചൊന്ന് ടഫാണെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ വർഷവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ കോഴ്സസും ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല. നന്നായിട്ട് പ്രയത്നിച്ചാൽ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ. ആൻഡ് ഫൈനലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NMMS മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്, സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ XNY ലേണിംഗ് വെറും ഒരു ട്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. സയൻസ്, മാത്ത് സബ്ജക്റ്റുകളിൽ ഇതുപോലെ എക്സാമുകൾ എഴുതി വിജയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. IITians NITians ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വർഷത്തെ 9th-ലേക്കുള്ള, നിങ്ങൾ 9th-ലേക്കല്ലേ പോകുന്നത്, 9th-ലേക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സിന്റെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ജോയിൻ ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ഏപ്രിലിൽ തന്നെ നമ്മൾ 9th-ന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന ISRO, യുവിക, അതുപോലെ NSTSC ഒളിമ്പ്യാഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. വെറും ട്യൂഷന് പോയിട്ട് A+ കിട്ടി സ്കൂളിൽ ടോപ്പറായാൽ മാത്രം പോരാ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ എക്സാമിനേഷൻസ് കൂടെ എഴുതിയാൽ മാത്രമേ ഭാവിയിൽ വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകൾ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം.